എല്ലാം നിമിത്തമാണ് അഞ്ജലി. അതല്ലേ ഇന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയ. നിന്നെ എനിക്ക് ഇഷ്ടമുള്ള 1000 വട്ടം പറഞ്ഞല്ലേ ഞാൻ. അച്ഛനെ കാര്യം നിന്നെ മനസ്സിലായ നീ ഇത് പോവാൻ നോക്കിയാടാ ഇവിടുന്ന്. എടി നിന്റെ കല്യാണം ഉറച്ചെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല. അതിന് ഞാൻ എന്തിനു വേണം? ഇതൊരു കഷ്ടം ഈശ്വരാ. അഞ്ജലി, നിനക്കിഷ്ടമുള്ള ആളുടെ കൂടെയാണ് നീ ജീവിക്കാനുള്ളത്, അല്ലാതെ നിന്റെ വീട്ടുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ല. അത് ഞാൻ എന്തിനേലും ചെയ്തോളാം. നീ ഇപ്പോൾ പോവിടുന്നേ. നീ ഒന്നും മനസ്സിലാക്ക് പ്ലീസ്. എനിക്ക് നിന്നെ പോലെ വേറെ ആരെയും കാണാൻ പറ്റണില്ല. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇത് ആദ്യമായിട്ട് തന്നെ. കൊല്ലത്തുന്നെ എല്ലാത്തിനും അടിയല്ലേ? എന്ത് മക്കളെ വിശക്കണോ നിനക്ക്? അയ്യോ, ഈ സമയത്ത് വെള്ളം പോലും കുടിച്ചൂടാ, മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ. അടക്കം കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ. അതുവരെ മക്കളെ ഒന്നും കഴിക്കണ്ട. വിശക്കണി ചേച്ചി വല്ല ഇരിപ്പുണ്ട് അതിൻ്റെ തോണ്ട അവിടെ അടുക്കളയിൽ ചെന്നിട്ട് പൂണുളപ്പം. രാവിലെ നമ്മളോട് പണിക്ക് വരുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളില്ലാത്ത മിറ്റ് വരുന്നു. നീ ഒരാൾ വിചാരിച്ചപ്പോൾ കണ്ട ഞാൻ എന്ത് ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല. ഇന്ന് പയ്യന്മാരായിട്ട് പൊന്മുടി പോയായിരുന്നു ഞാനാണ്. എന്നെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കൈ കൊണ്ട് മരിക്കാനായിരിക്കും അമ്മച്ചിയുടെ വിധി. അപ്പൊ അതിന് നീ ഇവിടെ വന്നേ പറ്റൂ. ഇത് ചുമ്മാ ഇരുന്നാണ് ഒരുമാതിരി. നീ അമ്മച്ചി ശാപമൊന്നും കേട്ടിട്ടുണ്ടോ? ആന്ധ്രാണ്. ആരൊരുവൻ ഒരു അമ്മച്ചിയുടെ മരണത്തിന് കാരണമാവുന്നുവോ അവനും അവന്റെ 7 തലമുറയും നശിച്ച് പാളിസാവും. ഇത് മിണ്ടായിരുന്നാണ് ചുമ്മാ. അതിന് പരിഹാരമുണ്ട് കേട്ടാ. എന്തിനാണ്? കാശി പോണം. പോയിട്ട് കാശി പോയി 150 തവണ കുളിച്ചു തൊഴണം. പിന്നെ 1001 അമ്മമാരെ കാലി തൊട്ട് തൊഴണം. പിന്നെ 1000. അല്ല, ഈ കാശി എവിടെയാണ്? അത് രാമേശ്വരത്തിനടുത്ത് എവിടെയാണ്? പിന്നെ വിശക്കണ്ടാ, പോയി 2 ഊണ് മേടിച്ചോണ്ട് വരൂ. എന്തോ നമ്മുടെ വഴിയെടുത്തുനിന്ന് മാറ്റിക്കൊണ്ട് പോയവര് പിന്നെ എന്തിനാണ് നമ്മളിത് കാണിക്കണേ? മതിയാക്കിക്കൊടു. പിന്നെ എന്റെ അച്ഛൻ അടിച്ചിട്ട് ഞാൻ അവിടെ മിണ്ടായിരിക്കാനാ? നിന്റെ അച്ഛൻ അടി കിട്ടണത് ആദ്യം കേട്ടാ. നീ ഒന്ന് ശ്രദ്ധിച്ചാണ്. കരച്ചിലൊന്നും വർക്കാണില്ല. ഞാൻ കരഞ്ഞു വരുമ്പോ അവള് ഒരു പൊക്കളത്. വേറെ പ്ലാൻ ബി എങ്ങാണോ? നീ പുളിയിലെ വിറവ് കയറിയിട്ടുണ്ടാ? മാട്ടറിലോട്ട് വാളിയാ. എനിക്ക് തോന്നണതേ അവളെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യണയാണ് അവളെ വളയ്ക്കാൻ ഒരു വഴി. അത് നീ എനിക്കൊരു വഴി പറഞ്ഞാ. ഇനി വാ നീ ഈ തലയിൽ തന്നെ കയറിയിട്ട് അവളെ ചേംബ്രസാം. ഞാനിവിടെ മരുമോനാകാൻ പോകുന്നതാണ്. നീയല്ലേ അളി എനിക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെ ചെയ്യാൻ. നീന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞാൻ തിരിഞ്ഞാ പോന്നീ ഈ ഏരെ കണ്ടുപോലും നിന്നെ. എല്ലാത്തിനും ഞാൻ കത്തിക്കും. എന്നെ ഈ നാട്ടുകാരെ മൊത്തം മുമ്പ് വെച്ച് അടിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കും നിങ്ങൾക്ക് തോന്നണം? ആ മുരളി ഇന്ന് ഇവിടെ കിടന്ന് ഓടും. അതിന് മുരളി അല്ലല്ലോ നിന്നെ അടിച്ചേ, ആ സതീശനല്ലേ ഇന്നെ അടിച്ചേ. അവൻ വെറും കൃമി, അവനെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന് അവരെ കത്തിക്കാൻ പറ്റാതെ അവന്മാർ ഇവിടെ കിടന്ന് ഓടും. ഓ, ഓട്ടിക്കാൻ ചെന്ന് കയറിക്കോട്. ഇപ്പൊ കിട്ടിയണക്കായിരിക്കൂല. നിനക്കെന്താ അറിയാടി? അണ്ണാ, സുധാകരൻ മാമൻ ചാവണേന് മുമ്പ് ഇവിടുത്തെ വസ്തു സുധയ്ക്ക് എഴുതി കൊടുത്തെങ്കിലും അതിൽ സാവിത്രി അമ്മച്ചിക്ക് ജീവിതകാല അവകാശം വച്ചിട്ടുണ്ട്. ഇപ്പം മോളെ കല്യാണമായി, മുരളിക്കെത്തിയ വസ്തു വിൽക്കണം. സാവിത്രി അമ്മച്ചി ജീവിച്ചിരിക്കുമ്പം അതിലൊരു തുണ്ട് വസ്തു വിൽക്കാൻ അവർ സമ്മതിക്കൂല. അപ്പോൾ സാവിത്രി അമ്മച്ചി ചാവണം. അണ്ണാ, ഇതവർ മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? ആ മുരളി. മനുഷ്യ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞോളൂ കേട്ടാ. ദൈവത്തിന് നിരക്കൂല. എന്തരടെ മുരളി ഇത്?
ഇതൊരു മരണ വീടല്ലേ? ഒരു മര്യാദയൊക്കെ വേണ്ടി. മനുഷ്യനാണുമ്പോൾ വീട്ടു മറ്റുള്ള വന്നാൽ പോരെ, അങ്ങനെ വിളിക്കണം എന്തിനു? ആ തല ആദ്യം കൊണ്ട് കയറി. അങ്കിൾ സ്റ്റെപ്പ് വരട്ടെ. പഴയ വീടാണ്, കട്ടറ അടിച്ചിടരുത്. തല ഇങ്ങോട്ട് തെക്കോട്ട് വരട്ടെ. അപ്പുറത്തിപ്പുറത്തേ ആ വിളക്കൊക്കെ കത്തിച്ചു പോയി എന്നിട്ടേ ആ പെണ്ണുങ്ങളെ കൂടെ വന്നിരിക്കാൻ പറ. എടി, ആ പ്രാന്തൻ എന്തിന്റെ കുഴപ്പം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയപ്പോ അമ്മ ഒരു ബോഡി എടുത്തുകൊണ്ട് വരണം. ഇവൻ എന്തൊരു 5 കുറവുണ്ട് കേട്ടാ. അച്ഛനെങ്ങനെ ഇവനെ മനസ്സിലായ പിന്നെ തീർന്ന്. ഇവ എങ്ങനെ അറിഞ്ഞ അവിടെ മരണം? എനിക്ക് അറിഞ്ഞൂടാ. ആ ശക്തി ചേട്ടനാണെങ്കിൽ ഇവിടെ വെട്ടിയും കിളക്കൊക്കെ ചെയ്യണം. ഇതെന്തോന്നൊക്കെയാടി അവിടെ നടക്കണത്? അണ്ണാ, ഒരാൾ മരിച്ചിട്ടാണ് ആശുപത്രി കൊണ്ട് കയറ്റണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ അണ്ണാ? അതിന് ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചെന്നല്ലേ അവന്മാർ പറയണ. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞില്ലേ അണ്ണാ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ അവർ മരിച്ചെന്ന്? അതുള്ള തന്നെ. ആ, അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയണം. പോലീസാ? പിന്നെ പ്രസന്ന അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ ചുമ്മാ വയ്ക്കുമെന്ന് വിചാരിച്ചാ നിങ്ങൾ എൻ്റെ കൂടെ വയ്ക്കൂലേ അണ്ണാ? അതിപ്പോ ഞാൻ അടിച്ച പിടുത്തവും പോയി. ഒരു ധൈര്യത്തിന് നീ ഒരു ഫുള്ളെടുത്ത് ഒരു ലിറ്റർ എടുത്ത് തരണോ ഈ പ്രസന്ന? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? നീ ഒരു പോരാളിയാണ്ട പ്രസന്ന. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെന്നാ. ഇന്ന് ഇവിടെ ആരെയും കത്തിക്കൂല. രതീഷേ, അത് ഇത്രയും ഒരുമിച്ച് വാരി കത്തിക്കണ്ട. അതിന്റെ പുക ക്യാൻസറസ് ആണ് തന്നെ. പെണ്ണുങ്ങളൊക്കെ 3 മണിയിൽ ഇവിടെ നിന്ന് ശ്വസിക്കാവുന്നതല്ലേ? എന്നാര് പറഞ്ഞു? ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആ ശരി. പറഞ്ഞേ ഓ അണ്ണാ, ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്താ അതോ കരയാവോ കാര്യങ്ങൾ ചെയ്യണത്? ശാസ്ത്ര അണ്ണാണ്ണൻ്റെ രീതിക്ക് ചെയ്യണം. ഇവിടെ പിടിച്ചാ ഇതിനൊക്കെ ഓരോ രീതിയിലുണ്ട്. അത് ജയിക്കാനാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. തിരികെത്തിച്ചൂടെന്ന് നീ പോണെങ്കിൽ ഞാൻ പൈസ അയച്ചാൽ എനിക്കൊരു ലിറ്റർ കൂടെ എടുത്തോണ്ട് ആദ്യം നീ പൈസ ഡേയ് പപ്പൂട്ടി താ രൂപ ആയിട്ട് വരണ്ടാ. നീ ഇത് വിളിച്ച് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞ മുരളിയണ്ണ ആരാണ് അവന്മാരുടെ അടുത്ത് ട്യൂബ് കൊണ്ട് വെച്ചേട്ടാൻ പറഞ്ഞത്? അണ്ണാ അതൊക്കെ പണ്ടേ തീരുമാനിച്ചല്ലേ അണ്ണാ. തോട്ടിന്റെ അക്കരെ നിങ്ങളും ഇക്കരെ ഇങ്ങേരും ഒന്ന്. എൻ്റെ സ്വന്തം അപ്പച്ചിയാണ് ഇവിടെ മരിച്ചു കിടക്കണത്. എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് വെച്ച് കെട്ടി കൊടുക്കാൻ വന്നൊന്നും അല്ലല്ലേ? അത് ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ട് വെച്ച് കിട്ടോടാ. കുടുംബത്തിലുള്ളവർക്ക് വർക്കൂറാ. പപ്പുട്ടി, ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തിക്കോട്ടെ. അവ ഇവിടെ കൊണ്ടുവച്ച് കെട്ടിയ ഞാൻ എന്തിനാ? അണ്ണാ വല്ലപ്പോഴാ വല്ല ബന്ധുക്കളെ മരിക്കുമ്പോഴാണ് എനിക്കൊരു വർക്ക് കിട്ടുന്നത്. അതും ആ മരം കൊണ്ട് വെച്ച് കെട്ടിയാ ഇനി ഇവിടെ ആരെങ്കിലും മരിക്കുമ്പോ ആ വർക്ക് അവന് കൊടുക്കാന്ന് പറയണേ മുരളി അല്ലേ? ഇവിടെ കയറി 3:30 പറ്റുള്ളൂ അങ്ങനെ കൊടുക്കാൻ. എനിക്കിനി ജീവിക്കണ്ട. അയ്യോ എനിക്കിനി ജീവിക്കണ്ട. നീ വെള്ളം എടുത്താണ് പ്രഷറടി. എന്റെ വലിയ കച്ചിക്ക് പ്രഷറായിരുന്നേ. അയ്യോ എനിക്കിനി ജീവിക്കണ്ടേ. നമ്മൾ 3 മണിക്ക് അങ്ങ് എത്തുമോ ചേട്ടാ? അതൊക്കെ ഇറങ്ങെത്തിക്കും. ധൈര്യമായിട്ടിരിക്കുക ചേച്ചി. ഇവള് ജോത്സ്യരോടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം ചോദിച്ചുകൊണ്ടല്ലേ ഇത്രയും താമസിച്ചത്? പിന്നെ ജോത്സ്യം പറഞ്ഞ അതൊക്കെ നോക്കണ്ട ചേട്ടാ. നീ ആ ഗിയർ അങ്ങോട്ട് മാറ്റിയേ. ഇട്ടങ്ങ് ഏരപ്പിക്കുക. കുടുംബശ്രീ നടാ. ഓ അതാണ് 2 പൊരിച്ച മീൻ. പ്രസന്ന ഓക്കെ അല്ലേ?
ഓ നമുക്ക് ഓക്കെ ആക്കാടാ. നിങ്ങൾ രാവിലെ ഇവിടെ വരുമ്പോൾ അവരോട് ചത്ത കിടക്കായിരുന്നല്ലേ? എന്തോന്നാ ചത്തന്ന? അല്ല ചോദിച്ചത് ഇതെങ്ങനെയാണ് സംഭവം? സംഭവം തരും അവരോട് തളർന്നു വീണ് നമ്മളെടുത്തോണ്ട് ആശുപത്രി പോയി അവിടെ വെച്ചാൽ മരിച്ചു. അവിടെ വെച്ചാ? ഓ ചത്തിട്ടാണ് ഇവിടെ നിർത്തോണ്ട് പോയതാണല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നം എന്തിനാണ്? എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല? അല്ല അത് ഞാൻ ചെയ്യിപ്പിച്ചോളാം. ഒരുത്തനും രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾ കഴിക്കേ. അതെന്താ അങ്ങനെ പറഞ്ഞ? അതാണ് ഞാനും ആലോചിക്കണത്. ഞാൻ ഓടച്ചാടാ നീ പേടിച്ച് കൊളാക്കായിരുന്നാണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യും. അവർ തളർന്ന് തറവിട്ടല്ല നമ്മൾ വെള്ളം എടുത്തടിച്ചത്. നിന്റെ അടുത്ത് രാവിലെ തൊട്ടേ ഞാൻ പറയുന്നു, നമ്മളല്ല നീയാണ് വെള്ളം അടിച്ചത്. രതീഷേ, നിനക്ക് ഇത്തിരി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റൂടെ? ഈ കൊട്ടും ബാൻഡും പാട്ടും ബഹളവും ആ പന്തളത്തിൽ നിന്ന് അവരൊക്കെ വരുമ്പോൾ എന്തൊരു വിചാരിക്കും? പ്രസന്നന്റെ മോൻ അങ്ങനെയൊക്കെ അപ്പുറവും ഞാൻ പറഞ്ഞതൊന്നും അവൻ കേൾക്കൂല. ഇതിപ്പോൾ എല്ലാം കൂടെ ഞാൻ എന്തൊരു ചെയ്യാനെന്ന് നോക്കിയാണ്. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയാണതേ ആ മരിച്ചു കിടക്കുന്ന അമ്മൂമ്മേൻ്റെ എന്ത് വിചാരിക്കും? അമ്മൂമ്മ ഇനി എന്ത് വിചാരിക്കണ? അവര് മരിച്ചോയില്ലേ? അവരാത്മാവ്. അണ്ണാപ്പ അവന്റെ അച്ഛനെ അടിച്ചതാ, അതുകൊണ്ടാണ് നമ്മൾ ബാൻഡ് അടിക്കണത്. ആ അത് ശരിയാണ്. അച്ഛനെ അടിച്ച ഞാനാണെങ്കിലും ബാൻഡ് അടിച്ചു. അനിയ മാപ്പ്. എൻ്റെ അച്ഛനല്ല അവൻ്റെ അച്ഛനെ. സോറി അനിയ മാപ്പ്, ക്ഷമിക്ക് പ്ലീസ്. നീ ആര്? ഞാൻ അപ്പുറത്തെ മുരളിയണ്ണൻ്റെ മരുമനായിട്ട് വരും. ഞാനൊരു ഫുൾ എടുത്തു തരാം, അടിക്കരുത്. അടിക്കാനല്ലെങ്കിൽ പിന്നെ ഫുൾ എന്തിനി? അല്ല ബാൻഡ് അടിക്കരുത്. ബാൻഡ് വെള്ളം അടിക്കാനൊന്നും പറ്റൂല, വൈകിട്ട് പരിപാടികളാണ്. നീ ചുമ്മാ നിനക്ക് ആൾക്ക് 2 ബീർ വെച്ച് എടുത്തരാൻ പറ്റുമോ? 20 എണ്ണം പറ്റും. നിന്റെ അച്ഛനല്ലേടാ അടിച്ചത്? അച്ഛനല്ലെങ്കിൽ 2 അടിയുടെ കുറവുണ്ട് കളിയാ. ഇവിടെ ഞാൻ തന്നെ വാങ്ങി വെച്ചേക്കായിരുന്നു. അവിടെ ബോഡി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് സാധനം കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മളെ തേക്കും. ഇല്ല ഇതാ ഇപ്പം കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ഓക്കെ. ബിയർ ബോയ്സ് അപ്പോൾ റെസ്റ്റ്. ചേച്ചി അവരോട് നാല് ചേച്ചി വരണ എവിടെ നിന്ന്? ചേച്ചി അഖിലേട്ടൻ്റെ അവിടെ നിന്ന്. എനിക്കറിഞ്ഞൂടാ. അഖിലേട്ടൻ വരൂ. ആ ചേട്ടൻ ട്രെയിനിങ്ങിൽ എങ്ങാണ്ടില്ലേ? ചേച്ചിക്ക് ഇവിടെ അടുത്തൊന്നും വല്ല ചേട്ടനെ കണ്ടുപിടിച്ചാൽ പോരായിരുന്ന എങ്കിൽ അവർക്ക് എപ്പോഴേ വന്ന് അടക്കവും കഴിഞ്ഞ് നമുക്ക് കൊല്ലം കഴിക്കായിരുന്നു. അതിനൊന്നും ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്തോ നാമി ഇത് ഒന്നും ഉണ്ടായിരുന്നാണ്. എനിക്ക് വിശക്കണം. നിന്റെ അമ്മയെ മരിച്ചടക്കണമെങ്കിൽ നിനക്ക് വിശക്കോ? ആ എനിക്ക് വിശക്കും. സാവിത്രിയെ വെച്ച് പക്ഷേ ഒരു പഞ്ചപ്പാവ് ഒരു നളിയാ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരെന്നെ എവിടെ വെച്ച് കണ്ടാലും ഇരിക്കട്ടെ മക്കളെ എന്ന് പറയും 10 രൂപയൊക്കെ കൈകൊണ്ട് തരുമായിരുന്നു. ആ അമ്മച്ചി ഒടുക്കം തറയിൽ തളർന്ന് വീണ് ഹൃദയം പൊട്ടി മരിച്ച്. നീ വിഷമിക്കാറിയാ? എനിക്കെന്തൊരു വിഷമം. എടാ ഞാൻ ഈ സാധനം അടിക്കാൻ വേണ്ടി മൈൻഡൊന്ന് സെറ്റാക്കിയില്ലേ, നീ ഇതെന്തരും ഇല്ല ഒരു പീസ് കിട. പിന്നെ ഇതെല്ലാം ഒരു വിധിയാണല്ലയാ. ഇത് തന്നെ ഈ ചിക്കൻ ഇന്ന് രാവിലെ പൈസ കൊടുത്തു വെച്ച രാജേന്ദ്ര എണ്ണ ഇത് അവിടെ അവിടെ വേറെ വിഷമൊന്നും അലങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് അറുമാദിക്കണം, അതാണ് വിധി. സന്ദീപ് അണ്ണ ഒരു പെഗ് ഒഴിക്കട്ടാ. വരുന്നടാ, നീ നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് അലമ്പാക്കൂടെ. 2 ചെറിയ പെഗ് ഒഴിച്ചു കൊടുത്താലേ അടുത്ത ഫുള്ളേമാരെ കൊണ്ട് എടുപ്പിക്കാം. അണ്ണ ഇങ്ങനെ അടിക്കും അണ്ണ. ഇന്ന് അവന് കൊടുക്കണ്ട. ഒന്നാതെ അവന് അറ്റാക്ക് വന്നിരിക്കുകയാണ്. വെള്ളം അടിച്ച് അറ്റാക്ക് വരുമെന്ന് ആരും പറഞ്ഞു? വെള്ളം അടിച്ചിട്ടാണ് സാവിത്രി മച്ചിക്ക് അറ്റാക്ക് വന്നത്. പേടിച്ചലുമ്പാവല്ലേ നീ ആ വെള്ളം അടിച്ച കാര്യമില്ല അവന്മാർ പറഞ്ഞത്. എടാ മുരളി, നീയും പെണ്ണും കൂടെ അവിടങ്ങളിലൊക്കെ സകല വീടുകളിലും വന്ന് നിശ്ചയം പറയാൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ മാത്രം എന്തടാ കയറാത്തത്? ഈ ഗിരിജ നിനക്ക് എന്തൊരു ദ്രോടാ ചെയ്തത്? അവിടെ പറയായിരുന്നു തന്നെ. പറയാ ഇരുന്നത്. എന്നെ വിളിക്കാതെ നിശ്ചയം നടത്താൻ ഇരുന്നിട്ട് ഇപ്പം എന്തരായടാ? മുടങ്ങിയ നിശ്ചയം. ഗുരുത്തം വേണോടാ എന്തൊരു ചെയ്യുമ്പോഴും. അവനെ പിടിച്ചില്ല. ഇപ്പോഴത്തെ പിള്ളേരടുത്ത് ഒന്നും പറയാൻ പറ്റൂല. എന്താടാ മുരളി? തല ഭയങ്കര പെരുപ്പേച്ചി
എന്താണ് അവരെവിടെ എത്തിയെന്ന് ചോദിച്ചാണ്. രണ്ടെണ്ണം അവരിപ്പോ വിളിച്ചതോളണ്ണ കൊട്ടാരക്കര കഴിഞ്ഞെന്ന്. അവരുടെ അടുത്ത് പറ വെഞ്ഞാറമ്മൂട് കഴിഞ്ഞിട്ടേ ആലിയാട് വഴിയും കയറാൻ പറ. അല്ലെ പിന്നെ ടൗണിനകത്ത് നടന്ന് കറങ്ങേണ്ടി വരും. അയ്യോ അവർക്ക് ആ വഴിയൊക്കെ അറിയാമായിരിക്കും എന്നാ. ഇതിപ്പോ അറിയാൻ തന്നിരിക്കുന്നത്. നീ ഈ ലൊക്കേഷൻ അയച്ചോട്. ലൊക്കേഷൻ അത് അമിത്തിന്റെ ഇവിടെ അവൻ ചെയ്തു തരും. താണ്ട വല്യച്ഛൻ വിളിക്കണ മക്കളെ ഈ നമ്പറിലോട്ടെ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്താ. പന്തളത്തുനിന്ന് പറഞ്ഞോർക്കാണേ. പിന്നെ ഓണ നിശ്ചയമൊക്കെ ഇനി എന്ന് നടത്താന്ന്? അത് 41 അസ്ഥി ഒഴിക്കാ പിന്നെ ഉടനെ നടത്തിക്കൂടാണ്. 41 ഒരു വർഷം വരെ വീട്ടിൽ വെച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷമേ അസ്ഥി ഒഴിക്കാവൂ. അതുവരെ കല്യാണവും നിശ്ചയവും പാടില്ല. അയ്യോ ഒരു വർഷം വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റൂല. പറ്റില്ലെന്ന് പറഞ്ഞാ എങ്കിൽ നീ ഒരു കാര്യം ചെയ്. 16-ന്റെ അന്ന് തന്നെ നിന്റെ മോളെ നിശ്ചയവും അവളെ അടിയന്തരം അങ്ങ് ഒത്തിയടുത്ത് ടാർബയും കസേരയും കിടക്കല്ലേ, ചെലവും കുറയും. അല്ലേ? അല്ല അത് വിട്. എന്തായാലും അവര് വരട്ടെ. വലിയച്ചാ ഇതിൽ നെറ്റില്ലേ? അയച്ചിട്ട് പോണില്ല. നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ നയിക്കാം. അങ്കിൾ ഞാൻ ബാൻഡ് ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ടേ. ഇനി എന്തെങ്കിലും അൺവാണ്ടഡ് നോയ്സൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ടെൽ മീ. ഓക്കെ? പിന്നെ ഞാൻ PSC ലിസ്റ്റിലൊക്കെ ഉണ്ട്. എനിക്ക് തൻ്റെ ബാച്ചിലൊരു ക്രഷ് ഉണ്ടായിരുന്നു. അത് പക്ഷെ നിന്റെ അടുത്തല്ല. പിന്നെ ആരടുത്ത്? ആരടുത്താവട്ടെ. പിന്നെ ആരടുത്തും? ശക്തിച്ചേട്ടൻ്റെ അടുത്ത്. നീ ഇതൂടെ കേട്ടോ, ആ ക്രഷ് എനിക്ക് ഇപ്പോഴും ഉണ്ടാങ്ങനെ. നമുക്ക് ഇവിടെ നിൽക്കണ്ട. വാ പോ. അഞ്ചിൽ കൊള്ളൂല്ലിയാ. അഴുക്കപ്പെണ്ണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക. തന്തയേക്കാൻ മോശം. അവള് വേറെ കെട്ടിപ്പോട്ട്. വാ നമുക്ക് പോവാം. ഇനിയിപ്പോ എന്തായാലും ഞാൻ പറഞ്ഞില്ല, നീ പോണെങ്കിൽ പോ. അഴുക്കേരിയാണ് ഇവിടെ. ഇവിടെ എല്ലാണോ ഭ്രാന്തന്മാരാണ്. നമുക്കിവിടെ ശരിയാവില്ല. മോനെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. എന്നുവെച്ചാ നീ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടാ. ശക്തി നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതിന് ഞാൻ ഇപ്പൊ പൊയ്ക്കോ. നീ പോവേ. എടാ നിനക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാ. ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പിടിച്ചു വെക്കൂല എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിന്നെ തുറന്നങ്ങ് വിട്ടേക്കുവാ. നീ അങ്ങ് മേടിച്ചു നീ പോ. എനിക്കിവിടെ വേറെ പരിപാടികളുണ്ട്. എന്തോന്ന്? തന്ന കഞ്ഞിവെള്ളം ഫ്രഷ്. നീ എനിക്കൊരു ക്രഷ് തരുമോ? എനിക്കൊരു കിഷ്. നീ ആരെടുത്ത്? പിന്നെ നിന്റെ അണ്ണനെ പറ്റി നീ എന്നോ വിചാരിച്ചു? ശക്തിയുമായി ഫ്രണ്ട് നീ എന്നോടിങ്ങനെ ചെയ്യല്ലായിരുന്നു. ഈ പെട്ട പാടിനൊക്കെ എനിക്കൊരു ഗുണം വേണ്ടടാ. സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട നീ വയ്യേടാനത്. അയ്യ അതെന്തിനാണ് സർ? അയ്യേ എനിക്കൊരക്കമുളഞ്ഞ അവനെന്ത് അണ്ണ എടുത്ത സാധനവും തീർന്നു. അടുത്ത് എടുക്കാൻ പോയവനെയും കാണാതിരിക്കണ ഈ സമയത്ത് ഈ ഒരു ലിറ്റർ കൊണ്ടുവന്ന് നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊരു മാലാകയാണ്. താടി വെച്ച മാലാക അല്ലടാ റിഞ്ച്. ഇവിടെ ഇരുന്ന പെഗ് എവിടാ? നീ എന്തിനാ എടുത്തടിച്ച? സഹിക്കാൻ പറ്റണല്ലോ അണ്ണ, അതുകൊണ്ടാ. ക്ഷമി. നമുക്ക് സഹിക്കാൻ പറ്റല്ലേ. ഒഴിച്ചു വെച്ച പെഗ് എടുത്ത് അടിച്ചുകൊണ്ട് പോണ. അതെന്തൊരു വില ഉണ്ട്? എന്നാ എനിക്കിന്ന് അടിച്ച് മരിക്കണം. വെളിയിലാ വേറെ ചെയ്തോണ്ടിരുന്ന ചെറുക്കനെ അവന് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടുകൊടുത്തപ്പോ അവന്റെ ട്യൂൺ ചെയ്യണടി. അതിന് എന്തിനു കണ്ടോണ്ട് ചേച്ചി ട്യൂൺ ചെയ്യണത്? അന്തടി എന്നെ കണ്ടത് ട്യൂൺ ചെയ്യാൻ തോന്നൂലേ? തോന്നും ചേച്ചി. എന്നിട്ട് എന്തരായി? അവനെന്റെ നമ്പർ വേണോന്ന്. എന്നിട്ട് കൊടുത്താ? ഞാൻ കൊടുക്കും. മംഗലൂർ സ്റ്റേഷനിലെ എസ്ഐയുടെ നമ്പർ എന്റെ ഉണ്ടായിരുന്നു. ഞാൻ അതങ്ങ് കൊടുത്ത് അവ ഇരുന്ന് വിളിക്കട്ട്. അതേത് ചെറുക്കനടി? ആ വെളിയിൽ വിറവ് കീറിക്കൊണ്ടിരിക്കണ മഞ്ഞ പഞ്ഞിട്ടോ തടിച്ച ചെറുക്കനെ അവൻ. അയ്യോ എന്താ പറ്റി? വെള്ളം മണ്ടേ കയറിയാ? ഇത്രയും ഹാർട്ട് അയച്ചിട്ട് എനിക്കൊരു തിരിച്ചൊരു റിപ്ലൈ തരാത്തത് ശിക്ഷിക്കട്ടാ. ശിക്ഷ കിട്ടിയ ഇനി ചേച്ചി എന്നെ ശിക്ഷിക്ക്. പ്ലീസ്. അവനങ്ങ് പൂത്തൊളിഞ്ഞ് നിൽക്കുവാണല്ലോ സാറേ. അവൻ്റെ അടുത്തേ അവൻ്റെ ഫോട്ടോ ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ. ഇനി മേല ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി കൊണ്ട് പുറത്തോട്ടിറങ്ങരുത്. മനസ്സിലായോ? പോ. ആരോടും പറയണ്ട.
എൻ്റെ ഹെൽമെറ്റ് എവിടെ? ഞാനൊരു പരാതി പറയാൻ സ്റ്റേഷനിലോട്ട് വരായിരുന്നു സാറേ. ഹെൽമെറ്റ് ഇല്ലാതെ കൊലപാതകമാണ് സാറേ. എവിടാ? ആയിക്കുട്ടി കോണത്ത് സാവിത്രി അമ്മച്ചി വകയിലെൻ്റെ അപ്പച്ചിയായിട്ട് വരും. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം വേണം സാറേ. എന്നിട്ട് അവര് അല്ലെങ്കിൽ അവന്മാരുടെ അടുത്ത് കത്തിക്കും. നല്ല പയറ് പോലെ ചാടി കിടന്ന അമ്മച്ചിയായിരുന്നു. എന്നോട് ഭയങ്കര കാര്യമാണ് സാറേ. എന്നിട്ട് അവന്മാർ ഇപ്പം പറഞ്ഞത് ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചതെന്ന്. അതാകുമ്പോൾ പോസ്റ്റ്മോർട്ടം വേണ്ടല്ലേ. അപ്പോൾ ഇത് ആശുപത്രിക്കാർക്കും കാശ് കൊടുത്താണ് സാറേ. നീ രാവിലെ എത്ര മണിക്ക് അവിടെ ചെന്നേ? സാറേ ഞാനൊരു 9-9:30 കാണും. നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? ചെറുതായിട്ട് സാറേ, ഇവനും അടിച്ചിട്ടുണ്ട്. കൊള്ളാമടാ. എൻ്റെ പൊന്നു സാറേ, ഇവർ പ്രാന്താണ്. ആ മുരളിയൊക്കെ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരാണ്. ഇവൻ്റെ വഴിയിൽ അരിവായിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കയറി അലമ്പുണ്ടാക്കി അടിയും മാറ്റോണ്ട് വന്നിരിക്കുകയാണ് ഇവൻ. അതിൻ്റെ ചുരുക്കാണ് സാറേ അവന്. സാറേ എൻ്റെ വണ്ടി. ഓ സാറേ, തൊലവൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. സ്വീറ്റ് ടോയ്സ്. പോലീസാ? ഓ, നീ എത്രയും പെട്ടെന്ന് രക്ഷോട്ടോ. എന്നെ പിടിച്ച ഞാൻ നിന്റെ പേരൂടെ പറയും. എന്തോന്നടാ? അവിടെ ഇപ്പൊ പോലീസ് വരും. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകും. വെള്ളം അടിച്ചിട്ടാണ് അവർ ചത്തെങ്കിൽ അമ്മച്ചാണ് ഞാൻ നിന്റെ പേരൂടെ പറയും. പെട്ടെന്ന് പ്രഷർ വാഷ് എടുത്ത് മാറ്റ്. അത് തൊണ്ടിയാണ്. ഡേ, നീ എന്തോന്നടാ ഈ പറയണത്? ഞാൻ പോവേണ്. നീ വേണ രക്ഷോട്ടോ. ഹലോ, ചേച്ചി ഇങ്ങോട്ട് വരുന്നു, അതാ ഞാൻ അങ്ങോട്ട് വരട്ട. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അവള് പോയണ്ട, അവള് പോയി. അവളെ ആ കാലം കൊണ്ടുപോയി. ഞാനിരിയത്തിലെല്ലാം ജീവിച്ചിരിക്കണേ. ആരടാ? 70-78 വയസ്സായ ഒരു അമ്മ ചെല്ലി മരിച്ചു പോയത്. അനി അവ ഇങ്ങനെ ഒന്ന് കരയണ എന്തിന്? അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലണ്ണ. ശക്തി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ശക്തി എന്നാ? സാവിത്രി എന്നാണ് ആ അമ്മച്ചിയുടെ പേര്. എടാ, നിങ്ങൾക്കപ്പോ കാര്യം പറയാൻ മനസ്സിലായില്ലേ? ഇവിടത്തെ മരിച്ചുപോയ അമ്മച്ചീര ഏതാ കമ്പനിക്കാരെ അപ്പൂപ്പൻ്റെ ആത്മാവ് ഈ ചെറുക്കൻ്റെ ശരീരത്തേറിയിരിക്കുന്നു. എനിക്ക് ആ മുറ്റത്ത് നിന്ന് അവളത്ത് രണ്ട് സംസാരിക്കണം. സംസാരിക്കാം. നീ തൽക്കാലം ഇത് അടി. എനിക്കും കൂടെ. അതിന് നീ ആര്? അല്ല, നേരത്തെ പറഞ്ഞ മാലാക. മാലാക മാങ്ങ കഴിച്ചു പടാ. ചേട്ടാ, കണ്ടിട്ട് ഈ റോഡാണെന്ന് തോന്നുന്നില്ല. ഇതിൽ ഇതല്ലേ കാണിക്കുന്നത്? ആ പാലം കഴിഞ്ഞിട്ടെങ്ങാണ്ടല്ലായിരുന്നു. നീ ഉണ്ടായിരിക്കും. നീ തിരികെ ഈ വഴി ആയിരിക്കത്തില്ല സാറേ. പിന്നെ നിനക്കല്ലേ വലിയ നിശ്ചയം? അന്ന് പോയപ്പോ ഇത് ഇങ്ങനെയൊന്നും ഓ, ഇല്ലായിരുന്നല്ലോ. നമ്മുടെ നാടല്ലേ, എന്നും റോഡ് ഒരുപോലെ നടക്കുവോ? അടി തട്ടി ചേട്ടാ, എന്റെ വണ്ടിയിൽ അടി തട്ടി. നീ മര്യാദയ്ക്ക് ഓടിക്കാത്തോണ്ടല്ലേ? ഇത് എന്റെ കുഴപ്പമാണോ? ഇതിൽ ഇപ്പോഴും മുന്നോട്ട് പോകാൻ തന്നെയല്ലേ കാണിക്കുന്നത്? എന്നാ പിന്നെ ഇറങ്ങി നീന്തി രണ്ടുപേരും കൂടെ. അതെ, ആറ്റിക്കുടി വണ്ടി ഓടിക്കാൻ എനിക്കറിയത്തില്ല.